ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. ഇന്ന് നമ്മളെ ഫസ്റ്റ് നോമ്പ് ഞായറാഴ്ചയും ഇന്നൊരു പണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉച്ച വരെ കടന്നു തുടങ്ങി. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. മുണ്ടെടുത്ത് ഉറങ്ങിയുള്ള പ്രശ്നമാണ്. രാത്രി കെട്ടിപ്പിടിച്ചാണെങ്കിൽ രാവിലെ ആകുമ്പോൾ മുണ്ട് നമ്മൾ ഡൈവേഴ്സ് ആവും. എപ്പത്തി പോലെ രാവിലെ അടുക്കളയ്ക്ക് നിങ്ങൾ ഇമ്മ ചായാറാൻ നിൽക്കുക. പക്ഷെ ഇനി മുതൽ ഇമ്മ ചായാറിന് അമ്മ ചെള്ളക്കൊന്നും തരും. പിന്നെ സമയം നോക്കുമ്പോൾ ലോറ് ബാങ്ക് കുറേ നേരം കിടന്നിട്ട് നമ്മൾ പള്ളിയിൽ പോയി കണ്ട് ലോറ് സ്കെച്ച്. എന്നിട്ട് ലോറിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ സോഫയിൽ വന്ന് നിങ്ങൾ മേലക്ക് നോക്കി കിടന്നു. എന്താ ഒരു പണിയില്ല, വെറുതെ മേലക്ക് നോക്കി കിടക്കുക. കുറച്ച് ഞാൻ ഇപ്പം വന്നിട്ട് സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പുതിയതായിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കുറച്ചേരം ഉറങ്ങിക്കാണ് നീ ചോക്കി അസർ സ്കരിക്കാനാണ്. അസർ സ്കരിക്കാൻ വേണ്ടി മിറ്റത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടാൽ ഞെട്ടു. ഒരാൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമത്ത് വളർച്ച കണ്ടാൽ തേങ്ങയിൽ കൂടാത്തം ചെയ്തിട്ട് മിറ്റത്ത് കിട്ടുകടോ. ഞാൻ കുറച്ചേരം കുലുക്കി വെക്കുന്നത് നേരെ അപ്പുറത്തേക്കാണ് എറിഞ്ഞ സാധനം. അസർസ്കാരം കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ ചെങ്ങായി വിളിച്ചു. അവൻ്റെ ബൈക്ക് എവിടെ കൊണ്ടുവരാണ്ടായിരുന്നു. ഞാനും അവനും കൂടി രണ്ട് ബൈക്കുമാണ് പോയി. പിന്നെ എവിടെയാണ് നോമ്പ് നോറ്റാണ് കൊണ്ടുപോകുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ദീകൂടെ പോകുമ്പോൾ എനിക്ക് ആകെ ഒറ്റ സാധനം ഓർമ്മയുണ്ട്. സുനി പണ്ടേ എങ്ങനെയാണ് ഇപ്പോൾ ഒരാറിന് കൊണ്ടുപോകുന്നിട്ട് അവസാനം ഏതായാലും കുഗ്രാമത്ത് കൊണ്ടുപോയിട്ടും ചെയ്യും. ഒരു ബൈക്കട കൊടുത്തിട്ട് ഞാനും അവനും കൂടി ഒറ്റ ബൈക്ക് അങ്ങോട്ട് തിരിച്ചു പോകും. തിരിച്ച് പരിക്കെത്തിയപ്പോൾ കോഴിക്കറി ഒരു സൈഡ് തളിച്ചു മാറാണ് പത്തിരിമ്മ കല്ലുമ്മ ചുട്ടോണ്ടിരിക്കണം. എൻ്റെ ഫസ്റ്റ് ഒരു കുട്ടിനെ കെട്ടി കൊടുത്തെങ്കിൽ എനിക്ക് ഒരു കൈ സഹായമായിരുന്നു. എൻ്റെ അമ്മ ധൃതങ്ക പുളകിയ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമമായി. പൊന്നു മോനെ പിന്നൊന്നും നോക്കിയില്ല. ഒരു മഞ്ഞ പത്തക്കും ചോപ്പ് പത്തക്കിൽ കുഞ്ഞുനാന്ന് അരിഞ്ഞ് അത് അരിഞ്ഞോണ്ട് കൊണ്ടാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നമുക്ക് പത്തിരി പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ വേഗം പോയി പൊറാട്ട തുടങ്ങും. ഞാൻ വേഗം പോയിക്കാണ്ട് വാസുവേട്ടനെ പിടിന്ന് 3 പൊറാട്ടി വാങ്ങിക്കൊണ്ട് നേരെ തിരിച്ച് വീട്ടിൽ തന്നെ വേഗം പോകുന്നു. അപ്പോൾ എൻ്റെ അമ്മ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കണം. തരിക്കഞ്ഞ് എനിക്ക് വലിയ താല്പര്യമില്ല. തരിക്കഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് വേഗം കമന്റ് ചെയ്യട്ടോ. എൻ്റെ അമ്മ എന്നിട്ട് ടേബിളിൽ സാധനങ്ങളൊക്കെ സെറ്റൊക്കെ ചെയ്യണം. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിന്ന് മൂലയിലേക്ക് കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാൻ ഭയങ്കര ലാഗ് വയ്ക്കാരം. ബിസ്മില്ല അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പറന്നു. ഒറ്റ മിനിറ്റ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ചാനൽ അതൊന്ന് തീർത്തോട്ടെ പ്ലീസ്. അങ്ങനെ മരുസ്കാരം കഴിഞ്ഞാൽ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഒരു ലോഡ് പാത്രം മോറ. എനിക്ക് എന്തോ അടുക്കള പണിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പണിയാണ് പാത്രം മോറൽ. എൻ്റെ അമ്മ എപ്പോഴും പറയാൻ കിട്ടുന്ന ഒരു കുട്ടിൻ്റെ ഭാഗ്യം. ആരാണാവോ ഭാഗ്യവതി. അങ്ങനെ പാത്രം മോറലും കഴിഞ്ഞ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാം, എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.